ഹലോ, ഹൗ ആർ യു? ഫൈൻ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു കൊഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ പോവാണ്. കൊഞ്ച് ഒരു 1 കിലോ പറഞ്ഞത് 3/4 കിലോളം കാണും, അത്രയേ ഉള്ളൂ. 3/4 കിലോ തന്നെ ഇല്ല, എല്ലാം പൊളിച്ച് വന്നപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. ഓക്കെ, ബായ് പറയാൻ. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇത്ര ഇട്ടേച്ച് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് പരട്ടി റോസ്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ നമുക്കൊന്ന് നല്ലോണം ഇത് മുളക് പിടിക്കണം. കുറച്ച് കുരുമുളകും ചേർക്കാം. കുറച്ച് കുരുമുളക്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവേ. അപ്പം കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം. ആദ്യം കുറച്ച് കരിവേപ്പില ഇട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ചെയ്യലാണ്. ഞാൻ റോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി കൊണ്ട് കുറച്ച് പെട്ടെന്നുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ഓരോന്നും കറക്കി നമുക്ക് വറക്കാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിൽ പിന്നെ വെന്ത് കിട്ടത്തില്ല. ഒന്ന് റോസ്റ്റാക്കാം. റോസ്റ്റായിട്ട് നമുക്ക് മാറ്റാം. ഇത് നല്ല ഫ്രൈ ആയി. നമുക്കിനി വാങ്ങി പിന്നെ എടുക്കാവേ. ഞാൻ ആദ്യത്തെ നമുക്കിങ്ങനെ കോരി എടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് കടുകും ഇതൊക്കെ ഇടാം. നമുക്ക് വേണ്ടിയ സാധനങ്ങൾ ഉള്ളി, കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് മല്ലിയില ഇല്ല, അത് ഉണങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കടുകിടാം. ഉണ്ട് കരിവേപ്പില ഇടാം. നമുക്കിനി ഉള്ളി ഇടാം. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇടാവേ. നല്ലോണം ഇത് വഴറ്റണം. ഇതിങ്ങനെ പിടിച്ചോണ്ട് മസാല എണ്ണയിലായി.
കുറച്ചേ ഉള്ളൂ. അതിനൊരു സവോളയും കൂടെ ഇട്ടു നല്ലപോലെ ഒന്ന് ചുമക്കട്ടെ. കുറച്ച് ഉപ്പിടാം. നമുക്ക് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഇനി നമുക്ക് തക്കാളി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളകിടാം, കുറച്ച് മല്ലിപ്പൊടി ഇടാം, കുറച്ച് നമുക്ക് പെരുംജീരകപ്പൊടി ഇടാം, കുറച്ച് നമുക്ക് കുരുമുളക് ഇടാം, നല്ലപോലെ വഴങ്ങണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. റോസ്റ്റ് ആക്കാനല്ലേ, അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടെ ഒന്ന് വഴറ്റണം. നമുക്കിനി റോസ്റ്റ് ചെയ്ത പ്രോൺസ് ഇടാം. നമ്മുടെ റോസ്റ്റ് ചെയ്ത പ്രോൺസ് എങ്ങനെയുണ്ട് അതൊന്ന് കുറച്ചൊന്ന് വേവട്ടെ. നമുക്ക് കുറച്ച് മല്ലിയിലയുണ്ട്, അതിടാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത കിടിലം ലുക്കുണ്ട്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക, നന്നായിട്ടുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.